മലയാള സിനിമയിലെ നടന്മാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആരോപണങ്ങളുമായി മീനു മുനീർ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ജനപ്രതിനിധിയായ മുകേഷുണ്ട്, കൂടാതെ ജയസൂര്യയുണ്ട്, മണിയൻപിള്ള രാജുവുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് താങ്കൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടത്? എനിക്ക് 2008, 2009 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. എനിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ ദുരനുഭവം ഉണ്ടായത്. അവിടെ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു. അത് ജയസൂര്യയിൽ നിന്നാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത്. ഞാൻ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തത് എനിക്ക് വളരെ വിഷമമുണ്ടായ സംഭവം. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായിട്ട് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. അപ്പോൾ എനിക്ക് ജഗതി ചേട്ടനുമായിട്ട് ഞാൻ ഹി വാസ് വെരി ഡീസൻറ്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് കൂടി ഈ കാര്യങ്ങളൊന്ന് പോയി പറയാം. നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്ന് കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. കൂടാതെ മുകേഷിൽ നിന്നുണ്ടായോ? മുകേഷ് കലണ്ടർ എന്ന സിനിമയിലാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന കാര്യം. അപ്പോൾ അതിലൊന്നും അന്ന് കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതിനുശേഷം അമ്മയിൽ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചായിരുന്നു 6 സിനിമയിൽ അഭിനയിച്ചപ്പം. മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച് നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അതിനുശേഷം പുള്ളിക്കാരനെ നാടകമേ ഉലകം എന്ന സിനിമയിൽ വെച്ച് പുള്ളിനെ ഞാൻ സെറ്റിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഹോട്ടലിലെ റൂമിലെ സ്റ്റെപ്പിലോട്ട് ഞാൻ കയറുകയും പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങി വരും ചോദിച്ചു. അപ്പോൾ എന്നെ കണ്ടിങ്ങനെ മാറിപ്പോണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതും എന്നോടൊന്നും സംസാരിച്ചത് ഇത്ര ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഓടി കയറിപ്പോയി. അപ്പോൾ കുറേ എൻ്റെ കൂടെ റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചത് എന്താ ലോഗ്യം കൂടെ കോംപ്രമൈസ് ആകുന്ന രീതി സംസാരമായിരുന്നു പുള്ളിക്കാരൻ്റെ. അവിടെ വെച്ചും പുള്ളിക്കാരൻ എന്നെ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്തു. മറ്റൊരാളുടെ പേര് താങ്കൾ പറഞ്ഞത് മണിയൻപിള്ള രാജുവാണ്. മണിയൻപിള്ള രാജു വെർബലായിട്ട് കലണ്ടറിൻ്റെ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അവിടെ വെച്ച് പുള്ളിക്കാരൻ്റെ എന്നോട് താല്പര്യങ്ങൾ പറയും, വളരെ അസഭ്യമായിട്ടൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഡാ തടിയ എന്ന സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പോൾ മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ പറഞ്ഞു, നോ ഇതിനെ പറ്റില്ല, ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ തുറന്നിട്ടാക്കണം. വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണോ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ആരാണെന്നൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കി വെച്ചു. എൻ്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ, ഫോൺ സൈലൻ്റ്. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പോഴത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല, ആരാ മുട്ടിയൊന്നും എനിക്കറിയില്ല, മുട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ 2 പേരുടെ പേരുകളാണ്. അത് ഒന്ന് നോബിളാണ്. നോബിൾ എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്നെ വിളിച്ചിട്ട് ഏതൊരു വിജനമായ റോഡിൽ കൂടെ എല്ലാം കൊണ്ടുപോയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്താൽ വണ്ടി തുറക്കുകയും വണ്ടി ചാടൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ വണ്ടി നിർത്തിയത്. എന്നിട്ട് എന്നെ ഞാൻ കയറിയത് എവിടെയാണ്, എന്നെ അവിടെ തന്നെ കൊണ്ടിറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടിറക്കി. അങ്ങനെ ഒരു സംഭവം. ഒത്തിരി ഏറ്റവും ഉപദ്രവം ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഞാൻ ഈ പ്രൊഡക്ഷൻ നോബിളിൻ്റെ കയ്യിലാണ്. വിച്ചു കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ബിന്ദു പണിക്കറിൻ്റെ ടൈപ്പ് ഒരു റോളുണ്ട്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഡയറക്ടറെയും പ്രൊഡ്യൂസറിനെയും മിനു ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. വളരെ ഒരു ഉളുപ്പില്ലാതെ വളരെ ഇതായിട്ട്. ഞാൻ ഈ വിച്ചു എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നിട്ടാണ് എന്നെ ഫോൺ. നീ അപ്പോൾ അത് പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, നമ്പറൊക്കെ എൻ്റെ ഉണ്ട്. അത്ര അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കൊണ്ടിട്ട് എന്നെ ഒരു പ്രൊഡ്യൂസർ കൊണ്ട് കൂട്ടിക്കൊടുത്തു, ഞാനറിയാതെ. ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു റിസോർട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ്. ബോൾഗട്ടി വരെ പോകണം, ഇന്ന് നമുക്ക് ലൊക്കേഷൻ കാണാൻ. ഞാൻ പോയി. അപ്പോൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ, മെയിൻ പ്രൊഡ്യൂസർ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ അപ്രത്യക്ഷമായി, ഈ അഡ്വക്കേറ്റ്. അപ്പോൾ ഞാൻ പിന്നെയും ഈ അഡ്വക്കേറ്റ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പിള്ളേർ വരാൻ സമയം 4 മണിയായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ പോവുക, പിള്ളേർ വരാൻ സമയമായതുകൊണ്ട്. പിള്ളേർ അങ്ങനെ പോകില്ല, അങ്ങനെ പോകുമ്പോൾ നല്ലല്ലോ എന്നുണ്ട്. ആ പുള്ളിക്കാരൻ എന്നെ കടന്ന് വളരെ സ്നേഹത്തോടെ പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് തള്ളി സാർ ഞാൻ അതിനൊന്നും വന്നതല്ല, ഞാൻ ലൊക്കേഷൻ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്കറിയാം, അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ സോറി കേട്ടോ മിനു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, അവൻ ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഇടവേള ബാബുവിൻ്റെ അടുത്ത് എനിക്ക് അമ്മയിൽ അംഗത്വം കിട്ടാൻ വേണ്ടി പുള്ളിയുടെ ഇൻട്രസ്റ്റ് കുറേ നാളുടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മിനു ഫോം ഒന്ന് ഫില്ല് ചെയ്തതാണ്.
വന്നിട്ട് സിഗ്നേച്ചറൊക്കെ ചെയ്താൽ ഞാൻ ഇന്ന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഫ്ലാറ്റ് വിളിച്ചു കല്ലൂരുള്ള. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി എന്തോ കുടിക്കാനൊക്കെ തന്നു, വളരെ ജെന്യൂനൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ അടുത്ത് വന്നിട്ട് നല്ല ഷാമ്പൂവിൻ്റെ മണമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തേലും ഇവിടെ ഇത്ര അങ്ങനെ ഇത് ഞാൻ എന്താടോ ഞാനൊക്കെ സിംഗിളല്ലേ, ഒന്ന് സഹകരിച്ചൂടെ, ഞാൻ കല്യാണം കഴിക്കാത്ത ആളല്ലേ എന്നൊക്കെ വളരെ റിക്വസ്റ്റ് അപേക്ഷ നടത്തി ഈ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതിന് ഞാൻ ഇല്ലല്ലോ സോറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതും എനിക്ക് കിട്ടത്തില്ല എന്നത് മനസ്സിലായി. കാരണം അവരങ്ങനെ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോം അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകുന്നു. ഈ അമ്മയുടെ നേതൃത്വം മാറണമെന്നാണോ മെനുവിനെ തൊട്ടൊരു ആവശ്യം? തീർച്ചയായിട്ടും അമ്മയുടെ നേതൃത്വം മാറിയിട്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ടോവിനോ, പാർവതി ഇവരൊക്കെ അമ്മയിൽ നേതൃത്വം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും വളരെ ഫ്രീ ആയിരിക്കും. എന്ത് കാര്യവും ഡിസ്കസ് ഇവരുമായിട്ട് ചർച്ച ചെയ്യാനും. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരെ മാറി. ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ ഡ്രഗ്സ് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല, ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഇങ്ങനെ അതെല്ലാം മാറി നല്ലൊരു സ്ഥിരീകരിച്ച് വരണമെങ്കിൽ തന്നെ പെണ്ണുങ്ങളും വരണം. ഈ അമ്മ നേതൃത്വത്തിൽ അമ്മ തന്നെ അമ്മ സസ്പെഷ്യൽ അവരും വരണം. ഈ സീനിയർ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇപ്പോഴും നിശബ്ദരാണല്ലോ. മമ്മൂക്കായും ലാൽച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സഹതാപമാണ് അവരോട് തോന്നുന്നത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള, കാരണം ഇന്ത്യയിൽ അവരറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ കൂടിയാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് മലയാളത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ട്, ഇവരൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം മാറ്റണം. അത് തന്നെയല്ല, അവരിപ്പം കുറച്ച് കാലങ്ങളായില്ലേ, ഇനിയിപ്പോൾ അവർ മാറിക്കൊടുക്കുക, യങ്സ്റ്റേഴ്സിന് വേണ്ടി മാറിക്കൊടുക്കുക. നല്ല ചുണക്കുട്ടന്മാരായ ആമ്പിള്ളാരുണ്ട് നമ്മുടെ മലയാളത്തിൽ. പ്രതികരിച്ചത് അല്ലാത്തതുകൊണ്ട് സത്യമായിട്ട് അവരോട് ഭയങ്കര സങ്കടമുണ്ട്. ഇവിടെ മാത്രം ഈ മലയാളത്തിൽ മാത്രം പെണ്ണുങ്ങളെ നീ അത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഒക്കെ, അതായത് അവർക്ക് ആ ഒരു മാനേഴ്സ് അറിയത്തില്ല. അതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ തന്നെ മുമ്പോട്ട് വരണം. പരാതി കൊടുക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. കാരണം എൻ്റെ അനീതിമാർക്ക് വേണ്ടി, കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് കല്യാണം കഴിക്കേണ്ടവരാ. അതുകൊണ്ട് അവർക്കിത് പ്രതികരിക്കാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിതിന് പരാതി കൊടുക്കും.